പേഷ്യൻസ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് IUI അല്ലെങ്കിൽ IVF കഴിഞ്ഞതിന് ശേഷം ബെഡ് റെസ്റ്റ് വേണമെന്ന്. നമുക്ക് ആദ്യം IUI പറയാം. IUI എന്ന് പറഞ്ഞാൽ എന്താ? ഹസ്ബൻഡിന്റെ സ്പേം നമ്മൾ ശുദ്ധീകരിച്ചിട്ട് യൂട്രസിനുള്ളിൽ ഇൻസെമിനേറ്റ് ചെയ്യുന്നു. വളരെ ചെറിയൊരു പ്രൊസീജിയറാണ് IUI. ആ ഒരു പ്രൊസീജിയറിന് ശേഷം നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മൾ ഇന്ന് പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം 2 ആഴ്ച നമ്മൾ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുകയാണോ പ്രഗ്നൻസി ആവുന്നതിന് വരെ? തീർച്ചയായിട്ടും അല്ല. അതുകൊണ്ട് ഒരു IUIക്ക് ശേഷം ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 അവർ തീർച്ചയായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ റെസ്റ്റ് ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യമാണ് IVF അല്ലെങ്കിൽ ഭ്രൂണം നിക്ഷേപിച്ചതിന് ശേഷം എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ബെഡ് റെസ്റ്റ് വേണോ വേണ്ടയോ എന്നുള്ളത്. തീർച്ചയായിട്ടും അത് വളരെയധികം പേഷ്യൻസ് ആഗ്രഹിക്കുന്ന ഒരു ഉത്തരവാണ്. ബെഡ് റെസ്റ്റ് വേണം എന്നുള്ളത്. നമ്മൾ ആ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് ഫേസ് മേ ബി ഒരു 2 to 3 hours വളരെ ക്രൂഷ്യലാണ്. നമ്മൾ ആകപ്പാടെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എക്സേഷൻസ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ഒരു കപ്പിളാണെങ്കിൽ ആ സ്ത്രീക്ക് തീർച്ചയായിട്ടും ജോലിക്ക് പോകാം. പക്ഷേ നമ്മൾ വളരെ ഗട്ടറിലുള്ള റോഡിൽ കൂടെ ഓടിക്കുക അല്ലെങ്കിൽ വളരെ ഷേക്ക് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റെപ്സ് കയറാവുന്നുള്ളത്. ഈ സ്റ്റെപ്സ് ഡെയിലി 10 പ്രാവശ്യം കയറി ഇറങ്ങുന്നത് തീർച്ചയായിട്ടും നല്ലതല്ല. പക്ഷെ ഒരു പ്രാവശ്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബോഡിക്ക് ടാക്സേഷൻ ഇല്ല എന്ന് തോന്നുന്ന ഏത് പ്രവൃത്തി തീർച്ചയായിട്ടും ഈ IUIയും IVFും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അഡ്വൈസബിൾ.